ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെറുതായിട്ട് മടിയും പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് നമ്മളിന്ന് ഷാർജ അക്വേറിയം കാണാൻ പോകുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ആളുടെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് മെഗാ മാൾ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവിടെ അരുൺ ചേട്ടനും ഫാമിലിയും അവിടെ എത്തിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അതിൻ്റെ അകത്തേക്ക് കയറിയത്. അങ്ങനെ ചളിയൊക്കെ അടിച്ച് ഞങ്ങളെല്ലാവരും പയ്യെ ടിക്കറ്റ് എടുക്കണമല്ലോ, അതിന് വേണ്ടി പോയി. ഇവിടെ ചാർജ് വരുന്നത് ഒരാൾക്ക് 25 ദിർഹംസ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ തന്നെ ഒരു വലിയ സ്ക്രീൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എന്താ പറയുക, ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ അവിടെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം അകത്തേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ പൂളിൽ ഇതുപോലെ വലിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2-3 ഷാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. സംഭവം നല്ല വലിപ്പമുണ്ട്. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെയൊക്കെ ഒരു സൈസ് ഉണ്ട് കേട്ടോ. അത് ഇവർ ശരിക്കും നല്ല ഒരു അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നല്ല ആളുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ നല്ലോണം നോക്കണം. ഷാർക്കാണ് ഗൈസ്, ഷാർക്ക്. അത് കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ അക്വേറിയത്തിൽ ഒരു ഫിഷ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. സംഭവം ഒരു പ്രത്യേകതരം ഫിഷായിരുന്നു. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അവിടെ ഒരു സംഭവം കാണുന്നുണ്ടോ ഗൈസ്. അതെന്താണെന്നറിയോ? കടൽ കുതിരയാണേ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കടൽ കുതിര നിൽക്കുന്ന. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംഭവം ഒരു ചെറിയ കുതിര നിൽക്കണ പോലെ. പിന്നെ അവിടെ നിന്ന് നമ്മളിതുപോലെ എന്താ പറയുക, സ്റ്റെപ്പ് ഇറങ്ങി. സ്റ്റെപ്പല്ല, ഒരു സ്ലോപ്പാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ പല തരത്തിലുള്ള ഫിഷും അങ്ങനെ പല എന്താ പറയുക, നല്ല രസമാണ് കാണാനായിട്ട്. ശരിക്കും നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു വലിയ ഫിഷ് പോകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വലിപ്പവും ഉണ്ട്. അത് നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഈ ഒരു സെക്ഷനിൽ പോകുമ്പോൾ ഫുൾ നമ്മുടെ മുകളിൽ കൂടെ ഒക്കെ ഇരിക്കും വെള്ളം. ഒരു ആർച്ച് ഷേപ്പിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഫുൾ ഫിഷ് നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് പോലെ നമുക്ക് തോന്നും. അത് മിക്ക എന്താ പറയുക അക്വേറിയത്തിലും അങ്ങനെ തന്നെ നമുക്ക് കുറേ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കല്ല, നമുക്കും അത് എന്താ പറയുക നല്ലൊരു ഇഷ്ടമാണ്. ഒരു അടിപൊളിയായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഇതുപോലെ വലിയ ഫിഷ് വരാൻ പോയപ്പോൾ ഞാൻ ശരിക്കും അന്തം കൊണ്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതെങ്ങാനും പൊട്ടിയാളുള്ള അവസ്ഥ. എനിക്കങ്ങനെയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഫുൾ എന്തെങ്കിലുമൊക്കെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ചെറിയ അക്വേറിയത്തിൽ കണ്ടോ, കാണുമ്പോൾ ഒരു പാമ്പ് പോലെ തോന്നും, പക്ഷെ അതൊരു മീനാണ്. ഇതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള മീനുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫിഷിനൊക്കെ നോക്കിയേ, ഞാൻ വിചാരിച്ചത് എന്താ അനങ്ങാണ്ട് നിൽക്കണേ. പിന്നെയാണ് ഇതിൻ്റെ വായ ഇങ്ങനെ തുറക്കണ കണ്ടത്.
ജാനി ഈ ഒരു ഭാഗം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അവിടെ ഫിഷ് എന്താ പറയുക അക്വേറിയം പോലെ സെറ്റ് ചെയ്തേക്കണം. കാണിച്ചു തരാവേ. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വേറൊരു സംഭവത്തെ കണ്ടു, കാണിച്ചു തരാം. എന്താണെന്നറിയോ? കണ്ടോ, സ്റ്റാർ, ഒരു 4-5 സ്റ്റാർ ഫിഷ് ഉണ്ട് കേട്ടോ. അവരൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല, അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ നമുക്ക് അവരെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കാൻ പറ്റൂ കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ട് ആക്രമിക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ തെരണ്ടി ഒക്കെ ഉണ്ടായിരുന്നേ. ആള് നല്ല ഫാസ്റ്റായിട്ട് ഓടുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് എത്തി. അവിടെ ആണെങ്കിൽ നമ്മൾ വേറൊരാളെ കണ്ടു ഗൈസ്. അത് വലിയാമ, കടലാമ എന്നൊക്കെ പറയില്ല, അത്രയും ഭയങ്കരമായിട്ട് വലിപ്പമുണ്ട് കേട്ടോ. നമുക്കിതിൽ കാണില്ല, ഈ സാറ് നല്ല വലിപ്പമുണ്ട്. നീന്തി കൂടെ തന്നെ നമ്മുടെ ഷാർക്കും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പൂളാണ് കണ്ടോ. ഇതുപോലെ എനിക്ക് ശരിക്കും പേടിയൊക്കെ ആയിട്ടാ കുട്ടികളെ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴും. നമ്മളിങ്ങനെ പിടിക്കണം, ഒരു പേടിയാണ് കാണുമ്പോൾ. നമ്മുടെ അടിയിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. ജാനിക്കുട്ടി ഇങ്ങനെ ഒരേ ഫിഷിനെയും മേലും ആമനൊക്കെ കണ്ടിട്ട് ആമാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ കാർട്ടൂണിലൊക്കെ കണ്ട് പരിചയമുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ നേരിട്ട് പിള്ളേർക്ക് കാണാൻ പറ്റാന്ന് വെച്ചാൽ ഈ ഒരു ഏജിലൊക്കെ നല്ല കാര്യമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കും പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവിടെ നിന്ന് സഞ്ജു ചേട്ടനും ഫാമിലിയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയത്. അങ്ങനെ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി നമ്മൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി.
ഗൈസ് ഇത് ഞാൻ എന്നെ തന്നെ ട്രോളുന്നതാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിച്ചാൽ കണ്ടില്ല, അതൊരു 8 മണി ടൈമിലായിരുന്നു. ഇതിപ്പോൾ ഒരു 12:30 1 മണി, പിന്നെയും വിശന്നു. അങ്ങനെ പിന്നെയും ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പം നമ്മൾ കഴിച്ചത് മന്തിയായിരുന്നു. ഫസ്റ്റ് നമ്മൾ കഴിച്ചത് വെള്ളയപ്പവും ചിക്കൻ അങ്ങനെ എന്തായിരുന്നു. ഇന്നൊരു ഫുൾ ഫുഡ് കഴിക്കൽ ഡേ തന്നെയായിരുന്നു. പിന്നെ എന്ത് കഴിച്ചിട്ട് കാര്യം, ശരീരം നന്നാവണ്ടേ. ശരീരം നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം. അങ്ങനെയും ചിലർ പറയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക്, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, എന്താ നന്നാവാത്തേ, എന്താ ഇങ്ങനെ എല്ല് പോലെ ഇരിക്കുന്നേ, ഇങ്ങനത്തെ കുറേ ഡയലോഗ്സ് മാത്രമാണ്. ഫാമിലിയിൽ നിന്നായാലും അതായത് നമ്മുടെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ ഇവരെന്തിനും ഇങ്ങനെ ചോദിക്കും. ഇപ്പം എനിക്കത് ഒരു വിഷയം. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് പോലും ഞാൻ വണ്ണം വെച്ചിട്ടില്ല, പിന്നെയാണ് ഇപ്പോൾ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ മനസ്സിൽ നല്ല ദുഃഖവും ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ മന്തി വന്നു. അയ്യോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു മന്തി. ഞാനൊരു 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം എന്തോ ആണ് ഈ ഒരു കടയിൽ വന്ന് കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ദുബായിലെ മന്തി നല്ല ടേസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും എനിക്കങ്ങനെ വലിയ ടേസ്റ്റൊന്നും വേറൊരു കടയൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു കടയിലത്തെ എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അരുൺ ചേട്ടനാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.